സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഫോർവേഡ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫ്രീ ടെലിഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലും മറ്റ് ഡിസ്കഷൻസിലും പങ്കെടുക്കാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫ്രീ ഓപ്ഷൻസ് ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 7:30 മണിക്കാണ് ക്ലാസ്. പരമാവധി 100 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന് 2023 ജൂൺ 9 വെള്ളിയാഴ്ച ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ എങ്ങനെയുണ്ട് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലത്തെ മാർക്കറ്റ് ഡാറ്റയാണ് നമ്മൾ കാണുന്നത്. ഗ്രീനിലാണ് US മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി റെഡ് ആയിട്ടാണുള്ളത്. 0.54% ഒക്കെ ഡൗൺ ആയിട്ടാണുള്ളത്. ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ്. SCT കമ്പോസിറ്റ് മാത്രമാണ് 4 പോയിന്റ് റെഡിലുള്ളത്. ബാക്കി എല്ലാം ഗ്രീനിലാണുള്ളത്. SGX നിഫ്റ്റി 18,628 അതായത് 18 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ USD INR ഇന്ത്യൻ രൂപ US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 82 രൂപ 57 പൈസയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 82 രൂപ 46 പൈസയായി മാറിയിട്ടുണ്ട്. ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ $1966.83 ഉണ്ടായിരുന്നത് ഇന്ന് ഒരൽപ്പം കൂടി വർദ്ധിച്ച് $1965.83 എത്തിയിട്ടുണ്ട്. ഏകദേശം $19 ഒരു വ്യത്യാസമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.93 ആയിരുന്നു. അത് തിരിച്ച് 0.86 ഇറങ്ങി വന്നിട്ടുണ്ട്. ന്യൂട്രൽ എന്നൊരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. സ്പോട്ട് 18,563 സ്പോട്ട് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്നും 67 പോയിന്റ് മുകളിലായിട്ട് 18,630 ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടേത് പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.78 ആയിരുന്നു. ഇന്നും അത് 0.78 ആയിട്ട് ന്യൂട്രലായിട്ട് തന്നെ തുടരുന്നുണ്ട്. 43,989 സ്പോട്ട് ട്രേഡിംഗ് നടക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് 121 പോയിന്റ് മുകളിലായിട്ട് 44,100 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ് ഇന്ത്യ ബാങ്ക് 2.03% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള IEX, ICICI Provli, ICICI GI, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, HDFC ലൈഫ്, HDFC AMC ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ള. IEX നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 9-10% താഴോട്ട് പോയിട്ടുണ്ട്. ഇൻഡസ് ഇന്ത്യ ബാങ്ക് മാത്രമാണ് ഇന്ന് ഈ സ്ക്രീനർ പ്രോഫിറ്റ് നേടിയതായിട്ട് കാണിച്ചു തരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 13,632 കോടിയുടെ ബൈങ്ങും 13,941 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 309 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 6,234 കോടിയുടെ ബൈങ്ങും 4,989 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,245 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 936 കോടി രൂപ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആൽഫ 50, നിഫ്റ്റി CPSE, നിഫ്റ്റി ഇൻഫ്ര ഈ 3 ഇൻഡെക്സുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ നാളെ ശനിയാഴ്ചയാണ്. അപ്പോൾ നാളെ ശനിയാഴ്ച കോർപ്പറേറ്റ് മെർച്ചന്റ് ബാങ്കേഴ്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. വിജയ് ടെക്സ്റ്റൈൽസ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണ്. ഉഷാദേവ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ഈ 3 കമ്പനികളാണ് നാളെയും മറ്റന്നാളുമായിട്ട് റിസൾട്ട് വരുന്നത്. ഇത് 3 തന്നെ പെന്നി സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റിസൾട്ടുകളൊന്നും തന്നെ ഈ ആഴ്ചയിൽ ഈ 3 ദിവസത്തിനുള്ളിൽ വരാനില്ല. അടുത്ത വെള്ളിയാഴ്ച അതായത് 16-ാം തീയതി ജൂൺ 16-ാം തീയതി വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏഞ്ചൽ 1 4 രൂപ പെർ ഷെയർ ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അവാന്തൽ ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എയിംകോ എലൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1 രൂപ 90 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഹൈ എനർജി ബാറ്ററീസ് ഇന്ത്യ ലിമിറ്റഡ് 3 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. പിരമാൽ എൻ്റർപ്രൈസസ് 31 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വരുന്ന വെള്ളിയാഴ്ചയാണ്. ദെൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ 4 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ശ്രീറാം ഫിനാൻസ് കമ്പനി 20 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. SMC ഗ്ലോബൽ സെക്യൂരിറ്റീസ് 1 രൂപ 20 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ടോറൻ പവർ 4 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. വെൽസ്പൺ കോർപ്പറേഷൻ ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച വരാനുള്ള മേജർ ഈവൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ CPI ആണ്. അതുപോലെ US 10-year ആൻഡ് 3-year നോട്ട് ഓപ്ഷൻ, US ഫെഡറൽ ബഡ്ജറ്റ് ബാലൻസ് ഈ 3 ഇവൻറ്റുകളാണ് തിങ്കളാഴ്ച വരാനുള്ളത്.
ഇനി നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,634 നിന്ന് 21 പോയിന്റ് ഗ്യാപ്പോട് കൂടി 18,655 ഇന്ന് ആരംഭിച്ചത്. 18,676 ഡേ ഹൈയും 18,555 ഡേ ലോയും വന്നത് വഴി 121 പോയിന്റ് അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,655 നിന്ന് 93 പോയിന്റ് നഷ്ടത്തിൽ 18,563 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 71 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇന്നലെയും ഇതേപോലെ തന്നെ താഴെയാണ്, ഇന്നും താഴെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഒരു ബെയർ മാർക്കറ്റിൻ്റെ തുടക്കമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 62,848 നിന്ന് 38 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 62,810 ഇന്ന് ആരംഭിച്ചത്. 62,992 ഡേ ഹൈയും 62,594 ഡേ ലോയും വന്നത് വഴി 397 പോയിന്റിൽ അഥവാ 0.63% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 62,810 നിന്ന് 185 പോയിന്റ് ഇൻട്രാഡേ നഷ്ടത്തിൽ 62,625 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 223 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് ആരംഭിച്ചത് 11.26 ഡേ ഹൈ 11.3 ഡേ ലോ 10.31 ആണ് വന്നത്. 1.24% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.12 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,995 നിന്ന് 51 പോയിന്റ് ഗ്യാപ്പപ്പിൽ 44,045 ഇന്ന് ആരംഭിച്ചത്. 44,220 ഡേ ഹൈയും 43,932 ഡേ ലോയും വന്നത് വഴി 288 പോയിന്റ് അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,045 നിന്നും 57 പോയിന്റ് നഷ്ടത്തിൽ 43,989 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 6 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,436 നിന്നും 19 പോയിന്റ് ഗ്യാപ്പപ്പിൽ 19,455 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 19,505 ഡേ ലോ 19,391 വന്നത് വഴി 115 പോയിന്റിന്റെ അഥവാ 0.59% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,455 നിന്ന് 44 പോയിന്റ് നഷ്ടത്തിൽ 19,411 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 25 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 49,894 നിന്ന് 15 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 5 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 49,889 ഇന്ന് ആരംഭിച്ചത്. 50,129 ഡേ ഹൈയും 49,808 ഡേ ലോയും വന്നത് വഴി 322 പോയിന്റിന് അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,889 നിന്ന് 15 പോയിന്റ് നഷ്ടത്തിൽ 49,874 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 20 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ബാങ്ക് എക്സ് അവസാനിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ബാങ്ക് എക്സിൽ ഇന്നും ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ബൈ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെയായിട്ടാണ്. S1 ഒന്ന് കുറേ നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പതുക്കെ S2 ഇറങ്ങി വന്നു. അത്രമാത്രമാണ് ഇന്ന് ഉണ്ടായത്. അത്യാവശ്യം എല്ലാവരും തന്നെ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും ഇത് സക്സസ്ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ അല്ലെങ്കിൽ നോട്ട് റേറ്റ് സോണിൻ്റെ താഴെ S1-ൻ്റെയും നോട്ട് റേറ്റ് സോണിൻ്റെ ഇടയിലായിട്ട് ഓപ്പൺ ആയി. അവിടെ നിന്ന് S1 സപ്പോർട്ട് എടുത്തു. പിന്നെ തിരിച്ചു കയറി നോട്ട് റേറ്റ് സോണിൽ കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ് വന്നു. പിന്നെ S1 തന്നെ തിരിച്ചിറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാര്യമായിട്ട് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇതിനകത്ത് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ദെൻ ഫിൻ നിഫ്റ്റിയും അതേപോലെ തന്നെയാണ്. വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ബ്രേക്ക് ഡൗൺ ലെവലിൻ്റെ താഴെ ഓപ്പണായി S1 സപ്പോർട്ട് എടുത്തു. തിരിച്ച് ബ്രേക്ക്ഔട്ട് ലെവൽ വരെ പോയി തിരിച്ച് S1 തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തു. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് S1 ഇന്ന് ഓപ്പൺ ആയത്. അവിടുന്ന് ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് കയറിപ്പോയി തിരിച്ചിറങ്ങി വന്ന് S2 വന്നിട്ട് ക്ലോസ് ആയി. ഇതിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. പക്ഷേ ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇൻഡെക്സ് ആണിത്. ലിക്വിഡിറ്റി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ട്രേഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഇനി സെൻസെക്സ് ആണെങ്കിൽ S2 ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോയി. ദെൻ വീണ്ടും അവിടത്തേക്ക് തിരിച്ചു വന്നിട്ട് S1 ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തു. പിന്നീട് S2 കറങ്ങിത്തിരിഞ്ഞ് S4 S5 പോയിട്ട് ഇന്ന് ക്ലോസ് ആയി. നല്ല മൊമെൻറ്റം കിട്ടിയിരുന്നു. സെൻസെക്സിൽ ഇന്ന് അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടിയിരുന്നു. എത്ര പേര് ട്രേഡ് ചെയ്തു എന്നറിയില്ല. ദെൻ ബാങ്ക് എക്സ് ആണെങ്കിൽ ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇത് ഓപ്പൺ ആയത് ബാങ്ക് എക്സ് ഇന്ന് ഓപ്പൺ ആയത്
S2ൻ്റെയും S3യുടെയും ഇടയിലാണ്. അവിടെ നിന്ന് പിന്നെ S3 യെസ്റ്റർഡേ ലോ ടെസ്റ്റ് ചെയ്തു, ദെൻ നേരെ തിരിച്ച് കയറി ബ്രേക്ക് ഡൗൺ നോട്ട് റേറ്റ് സോണിലേക്ക് വന്നു, പിന്നെ വീണ്ടും S2ലേക്ക് തന്നെ തിരിച്ചിറങ്ങി വന്ന് അവിടെ ക്ലോസ് ആവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് വലിയൊരു സംഭവങ്ങളതൊന്നും ഇതിനകത്ത് ഇന്ന് ഒറ്റ ഓപ്ഷനും വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലിക്വിഡിറ്റിയിൽ. അതായത് ഓർഡർ പ്ലേസ് ആവുന്നുണ്ടായിരുന്നു, ബട്ട് അവിടെ ഒന്നും എക്സിക്യൂഷൻ നടക്കുന്നില്ലായിരുന്നു. ഇനി ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ ഒരു സപ്പോർട്ട് ലൈനിലേക്ക് വന്ന് അത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 18,550 ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു തിരിച്ച് കയറ്റമാണ് നമ്മൾക്ക് കാണിക്കേണ്ടത്. ഇനി ഇതിന് മറ്റൊരു വശം കൂടി വന്നേക്കാം. ചിലപ്പോൾ ഒരു ബെയറിഷ് മൂവ്മെൻറ്റിൽ തിരിച്ച് താഴെ ഇറങ്ങി 18,475 ടെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇനി ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് മൺഡേ വരുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നിട്ട് മുകളിലോട്ട് കയറി പോവാണ് വേണ്ടത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇതേ സംഭവം തന്നെയാണ്. ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ആണ് എന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ 43,927 ഇന്നലെയും ടെസ്റ്റ് ചെയ്തു, ഇന്നും ടെസ്റ്റ് ചെയ്തു. സോ ഒന്നുകിൽ അതിനെ പൊട്ടിച്ച് താഴെ പോകണം, അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി വരണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. റെയർ കേസ് സിനാരിയോയിൽ 43,685 ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷേ അത് റെയർ കേസാണ്. സാധ്യത കൂടുതലും ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് വരാൻ വേണ്ടി തന്നെയാണ്. ഫിൻ നിഫ്റ്റിയിൽ അതേ രീതിയിൽ തന്നെയാണ്. ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഇവിടെ ഇതേപോലെ വന്നേക്കാം, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നോട്ട് റേറ്റ് സോണിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഈ നോട്ട് റേറ്റ് സോണിനെയാണ് ഞാൻ പറയുന്നത്. ഈ നോട്ട് റേറ്റ് സോണിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കയറി വരുന്നൊരവസ്ഥ ഉണ്ടാവും. എന്തായാലും ഇവിടെ നിന്ന് ഒരു ലോങ് എൻട്രി എടുക്കാൻ നല്ലൊരു സമയമാണ് ഫിൻ നിഫ്റ്റിയിൽ. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണ്. മിഡ് ക്യാപ്പ് വളരെ പവർഫുള്ളായിട്ട് വന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് 79.46 ഇന്നലെ ടച്ച് ചെയ്തിട്ട് അത് പുൾ ബാക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതെവിടെ വരെ പോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് തിരിച്ച് കയറി പോകും എന്നാണ്. ഇനി അഥവാ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു 76-74 ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നേക്കാം റെയർ കേസിൽ. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇത് 78-12 ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സെൻസെക്സ് ഇനി അത് താഴെ വന്ന് ഈ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ മുകളിലോട്ട് പോകണം. അതായത് 62,424 ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കയറി പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് എക്സിൽ പിന്നെ കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ 7:30 നമ്മുടെ ഗ്രൂപ്പിൽ ക്ലാസ് ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും സംസാരിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് മറുപടി പറയാൻ ഞാൻ ശ്രമിക്കാം. അതുപോലെ എന്താ പറയുക, നല്ലൊരു പരസ്പരം കണ്ട് സംസാരിച്ചുകൊണ്ടൊന്ന് പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരമാണ്. പരമാവധി എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. ബൈ.